ഹായ്. ഇന്നേ ഞങ്ങളിന്ന് പുറത്ത് പോയിരുന്നേ, ഞാനും മോള് നമ്മളൊരു ഷോപ്പിംഗ് നടത്താൻ പോയി. അപ്പോൾ അവിടെ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാം? ചോളം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി ഞങ്ങൾ ചോളം മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്നാ ചെയ്യുന്നറിയാമോ? ഇതിനെ പുഴുങ്ങാൻ പോവുകയാണേ. പുഴുങ്ങി നോക്കാം, നല്ല അടിപൊളിയാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ വെട്ടുകാട് പോയപ്പോഴത്തേനെ അവിടെ നിന്ന് മേടിച്ചു. എന്നാ ടേസ്റ്റ് ആയിരുന്നെന്നറിയാമോ പുഴുങ്ങിയത്? അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ തന്നെ മോള് പറഞ്ഞ് മമ്മി നമുക്ക് മേടിക്കാമെന്ന്. അങ്ങനെ മേടിച്ചതാണ്. ഓക്കെ, ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്ത് കഴുകാവേ. ഓക്കെ, പൊളിക്കട്ടത്. ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇത്ര നമ്മളവിടെ ഈ പൊളിച്ചത് കഴിക്കുന്ന കാരണേ നമുക്കത്ര അറിയില്ല. ഇതൊക്കെ എൻ്റെ നാരുകളാണ് അല്ലേ ഇതിൻ്റെ പുറത്തി കാണിക്കുന്നത്. ഇത്ര ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ. ഹായ്, ആദ്യമായിട്ടാണ് ഞാൻ ഈ ചോളം ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാ പണ്ടൊന്നും മേടിക്കുന്നതൊന്നും ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഇത് കണ്ട നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്? കണ്ട അയ്യടാ, അടിപൊളിയല്ലേ? ഇതേ എന്താണെന്ന് അറിയാവുന്നവരുണ്ട് എന്ന് പറഞ്ഞു തരണേ. ഇതെന്താണെന്ന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇനി കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തെടുത്തിട്ട് കഴുകാം നമുക്ക്. കഴുകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പോകുമായിരിക്കും. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നു. ടേബിള് അടിപൊളി. ആരോഗ്യം വേണം കേട്ടോ, കട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇതൊന്നുകൂടെ ഇതൊരെണ്ണം മുറിക്കണം. ഇത് ചെറുത് ഇത്രയല്ലേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ആക്കാം അല്ലേ? അമ്മ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. നല്ല മധുരം. സ്വീറ്റ് കോൺ ആയിരിക്കും ചിലപ്പോൾ. ഓ, അങ്ങനെയുണ്ടല്ലേ? സ്വീറ്റ് കോൺ അല്ലാതെ വേറെ കൂടുതലുണ്ടോ? ആണോ? പക്ഷെ നമ്മളന്ന് വെട്ടുകാർന്ന് മേടിച്ചിട്ട് അത്ര മധുരം തോന്നില്ല. ഇത് പക്ഷെ നല്ല മധുരം. സ്വീറ്റ് കോൺ ആണെങ്കിലാണ് ഇങ്ങനെ മധുരം അല്ലേ? ഓക്കെ, നമുക്കിതിനെ കഴുകാം. കഴുകി കുക്കർ വേവിക്കാം. ഓക്കെ, വാ നമുക്കിതിനെ കഴുകാവേ. ഓക്കെ, കഴുകി നമ്മുടെ കുക്കറിനകത്തോട്ടിടാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് വെക്കാം. ഞാൻ എന്താ ഇത്രയും കേട്ടോ ഒഴിക്കാമേ? ഞാൻ എന്താ ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം മതിയായിരിക്കും ഇത് കേട്ടോ. കുക്കർ വെച്ചേ ഇനി ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ നമുക്കങ്ങ് ഓഫാക്കാം. ഇതെൻ്റെ പച്ചയ്ക്ക് കഴിച്ച് നോക്കിയപ്പോൾ അധികം വേവുള്ളതല്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്കൊരു 3 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോണിൽ തേച്ച് കഴിക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യം ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് സ്വല്പം മുളക് പൊടി, ഇത്ര ഉപ്പിടുക, ഒരു നുള്ള് മസാല. അവർ വേറെ മസാല ഇടുന്നത്, നമ്മൾ നമ്മുടെ മസാല ഇട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി മിക്സ് ആക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കോണിനെ എടുക്കാവേ. വേണ്ട, കുക്കർ തുറക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണേ തുറക്കാം കേട്ടോ. അതുകൊണ്ടെങ്കിൽ എടുക്കാം. മമ്മി ഒഴിച്ച വെള്ളം പാകമായിരുന്നു കേട്ടോ. കണ്ട കണ്ട അടിപൊളിയല്ലേ? എൻ്റെ കോൺ അങ്ങനെ ഉണ്ട്. ഇച്ചിരി എടുത്ത് ചേർന്ന് വാരി വരണം. വാരി വെച്ച് നോക്കട്ടെ. നല്ല മധുരം കേട്ടോ.
കൂടെ ഇനി നമ്മുടെ മസാലയും കൂടെ തേച്ച് നോക്കാവേ. ചൂടാണ്, ഇച്ചിരി തണുക്കട്ടെ, ഭയങ്കര ചൂട്. നമ്മുടെ കോണേ മസാലയൊക്കെ തേച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാ. കഴിക്കാൻ നോക്കാം നമുക്ക്. നമ്മുടെ ചോളം എങ്ങനെയുണ്ട് നോക്കാം. മസാലയൊക്കെ പരത്തി വെച്ചിരിക്കണേ. നല്ല ടേസ്റ്റ് നോക്കാം, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ മസാല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.